മറ്റു വാർത്തകളിലേക്ക് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന HRDSനെ പറ്റി പ്രിയ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? രാജ്യത്തെ പ്രധാനപ്പെട്ട സർക്കാരിതര സംഘടനയാണ് HRDS. HRDS തെളിയിച്ച സാമൂഹ്യ സേവന പാത ഇന്ന് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തപ്പെട്ടു. വികസിത ഭാരതത്തിനായി കഴിവുറ്റ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളെ HRDS വീര സവർക്കറുടെ പേരിൽ ആദരിക്കുകയാണ്. ഡിസംബർ 10 ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിലാണ് വീര സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് 2025 വേദി ഒരുങ്ങുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആത്യന്തികമായ വികസനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രമെന്ന സ്വപ്നം പൂവണിയൂ. ആ സങ്കല്പത്തിലൂന്നി അഹോരാത്ര പരിശ്രമത്തിലാണ് HRDS എന്ന ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി. വനവാസി വിഭാഗങ്ങൾ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണെങ്കിലും അവഗണന തിരിച്ചറിഞ്ഞാണ് കാടിന്റെ മക്കൾക്കായി HRDS സദ്ഗ്രഹ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അട്ടപ്പാടിയിൽ, അതേപോലെ തന്നെ വയനാട്ടിൽ കൂടുതൽ നടന്നില്ല. അട്ടപ്പാടിയിൽ 294 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. അവിടെ ഇപ്പോൾ അവരൊക്കെ താമസിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ വ്യാപകമായിട്ട് ഭാരതത്തിൽ മുഴുവനും ഈ തരത്തിലുള്ള ആദിവാസി മേഖലയിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് സദ്ഗ്രഹ. ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒറീസയിൽ നടക്കുന്നുണ്ട്. അതേപോലെ മണിപ്പൂരിലും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1997 ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ രജിസ്റ്റർ ചെയ്ത സർക്കാരിതര സംഘടനയായ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താണ് തങ്ങളുടെ നിയോഗമെന്നും ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനം. കാശ്മീരിൽ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വീട് പുനർനിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ട് അത് അവിടെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെ നമ്മുടെ ആ ഡിസൈനൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് അവിടെയുള്ളവർക്ക് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലാണ് നമ്മുടെ ഡിസൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവരത് അംഗീകരിച്ചു. ആ വീടുകളുടെ നിർമ്മാണത്തിന് HRDSനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാ സഹകരണത്തോടും കൂടി തന്നെ അവിടെ HRDS വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു. അതിപ്പോൾ ഒരു 3 ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. വികസന ഭാരതത്തിനായി ദേശീയതയിലൂന്നി സംഭാവന നൽകിയ മഹത് വ്യക്തിത്വങ്ങളെ HRDS ആദരിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി, ഉറച്ച ദേശസ്നേഹത്തിന്റെ പ്രതീകം, അനശ്വര ദേശഭക്തിയും അചഞ്ചലമായ ദേശീയ ദർശനവും നിറഞ്ഞ വീര സവർക്കറുടെ പേരിൽ പുരസ്കരിക്കുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോരുത്തരും അവരുടെ മേഖലയിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ, അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാനും അതിലെല്ലാം തന്നെ നമ്മുടെ ഭാരതത്തിൻ്റേതായിട്ടുള്ള സംസ്കാരവും അത് നിലനിർത്തിക്കൊണ്ട് അതിനെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നവരും ആയിട്ടുള്ളവരാണ്. വീര സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് 2025 ഡിസംബർ 10 ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് 3 മുതൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിന് തിരിതെളിക്കും. മറ്റു കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ MP-മാർ, സംസ്ഥാന മന്ത്രിമാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഭാഗമാകുന്നു. ജനം, ഡൽഹി.